പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ അയോധ്യയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം പറയാൻ ആഗ്രഹിച്ചതും പറയാൻ ശ്രമിച്ചതും രാമൻ ഈ രാജ്യത്തിനാകെ വേണ്ടപ്പെട്ട ദൈവമാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും രാമനുണ്ട്. പക്ഷേ രാമൻ നൂറ്റാണ്ടുകളായി അയോധ്യയിൽ ഇല്ലായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു രാമൻ എന്നാണ് പ്രധാനമന്ത്രി പറയാൻ ശ്രമിച്ചത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം രാമൻ തിരിച്ചെത്താൻ വലിയ ത്യാഗങ്ങൾ വേണ്ടി വന്നു. അതിന് കർസേവകരോടും രാമഭക്തരോടും നന്ദി പറയുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയോട് നന്ദി പറയുന്നു. നിയമപരമായിട്ടാണ് ക്ഷേത്രം പണിതത് എന്നെല്ലാമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. എന്തായാലും നമ്മുടെ രാജ്യം, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഇതൊരു ചരിത്ര നിമിഷമാണ്, ചരിത്ര ദിവസമാണ്. ഈ ദിവസത്തിൽ പുതിയ യുഗം ആരംഭിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാമപൂജ രാജ്യത്തെ വികസിത ഭാരതമാക്കി വളർത്തും, വികസിത ഭാരതമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി തന്നെയാണ് ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടുക. ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാർമ്മികന്റെ റോളിൽ നിന്നുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, ഒരു ഔദ്യോഗിക പരിപാടിയായി, രാജ്യത്തിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയായി തന്നെ ഇത് അയോധ്യയിൽ നടത്തപ്പെട്ടു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടുന്ന കാര്യം. രാജ്യത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണി വരെ ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നത് വരെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ആരും ഡ്യൂട്ടിക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ന് വിളക്ക് തെളിയിക്കാൻ പോകുന്നു. ഒപ്പം തന്നെ മറ്റ് പലതരത്തിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് DD ന്യൂസ് സമ്പൂർണ്ണമായി ഈ പരിപാടി തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചത്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികന്റെ റോളിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തൊട്ടു താഴെയുള്ള റോളിൽ പങ്കെടുക്കുന്നു. RSS എന്ന സംഘടനയുടെ സർസംഘചാലക കൂടി ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്നു. ഇതിനു മുൻപ് ഒരിക്കലും പ്രധാനമന്ത്രിയും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും RSSന്റെ സർസംഘചാലകം കൂടിയെല്ലാം ചേർന്നുകൊണ്ടൊരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. അതിന് അങ്ങനെ ഒരു സംഭവത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ പ്രസംഗത്തിൽ 2 പ്രധാനപ്പെട്ട പ്രസംഗം എന്ന് പറയേണ്ടി വരും. യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും. യോഗി സംസാരിച്ച ശേഷമാണ് മോദി സംസാരിച്ചത്. രാഷ്ട്രീയം കൂടി കടന്നു വന്നിരുന്നതാണ്. അനൂപ് ദാസ് അയോധ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ശ്രീ